വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ ഡേ ആണ്. ഞാനൊരു 3 days കൂടുമ്പോഴാണ് മുടി നനയ്ക്കാറ്. കാരണം എനിക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടല്ല, തല നനയ്ക്കുന്ന ഉണങ്ങാനൊക്കെ ഭയങ്കര മെനക്കെടുത്താണ്. അപ്പോൾ 3 days കൂടുമ്പോൾ ഞാൻ ഹെയറിൽ ഓയിൽ ചെയ്യും, അതേപോലെ എന്തെങ്കിലും ഒരു മാസ്ക് അപ്ലൈ ചെയ്യും, പിന്നെ ഷാംപൂ, കണ്ടീഷണർ, പിന്നെ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. സിറം ഞാൻ ഇപ്പം തല നനച്ചില്ലെങ്കിലും ഡെയിലി സിറം യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് നല്ല ഹെയർ ഫോളാണ്. എൻ്റെ മുന്നത്തെ ഹെയറിൻ്റെ ഒരു പകുതി ഓളം ഇപ്പം ആയിട്ടുണ്ട്. സോ ഈ ഒരു കറക്റ്റ് റുട്ടീൻ, ഹെയർ കെയർ റുട്ടീൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പോവാം വീഡിയോ. സോ ആദ്യം നമ്മൾ ഈ മാമാഅർത്തിൻ്റെ കേരള താളി ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് നന്നായിട്ട് ഹെയർ ഒന്ന് മസാജ് ചെയ്യും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പാക്ക് അപ്ലൈ ചെയ്യും. അപ്പം ആദ്യം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. സോ മിസ്റ്റർ നാനിയാണ് ഇന്ന് എൻ്റെ ഹെയർ കെയർ ഡേയിലെ എൻ്റെ അസിസ്റ്റൻറ്റ്. നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നന്നായിട്ട്. കാരണം ഞാനൊരു 3-4 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ തല. അപ്പം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ഒരു കിടിലം കുളി ഇങ്ങോട്ട് പാസ്സാക്കാം. എല്ലായിടത്തും ഒന്ന് സ്കാൽപ്പിലായാൽ മതി. അപ്പോൾ തന്നെ നല്ല ഉറക്കമാണ്. സോ ഗൈസ്, നമ്മൾ മസാജിങ് ഒക്കെ കഴിഞ്ഞ് ഇനി മുടി കട്ടി വെക്കാം. കട്ടിപ്പൂടി കട്ടിപ്പൂ. ഈ അമ്മേനെ എടുക്കാൻ ഏൽപ്പിച്ചാൽ ഇതാണ് പ്രശ്നം. മുമ്പെയൊക്കെ താളി വീട്ടിലുണ്ടാക്കി തേക്കുമായിരുന്നു. ഇപ്പോൾ മാമാഅർത്തിൻ്റെ ഈ കേരള താളിയുടെ ഈ മാസ്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് വാങ്ങുന്നത്. ഇത് വാങ്ങി ഞാനും അമ്മയും കൂടെയൊക്കെ ഉപയോഗിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ തലയിൽ ഫുള്ള്, സ്കാൽപ്പിൽ ഫുള്ള് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലേ, 20 തൊട്ട് 25 മിനിറ്റ് വരെ വച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും, കുളിക്കാൻ പോകും. സോ ഗൈസ്, ഇവിടെ ഭയങ്കര നോയ്സ് ഉണ്ട്. ഡിങ്കു പട്ടിയുടെ നോയ്സ് ഉണ്ട്. പിന്നെ അച്ചാച്ചൻ അവിടെ IPL കാണുന്നതിൻ്റെ നോയ്സ് ഉണ്ട്. സോ നമ്മളിങ്ങനെ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ സാധാരണ താളി നമ്മൾ കുളിക്കുന്നതിൻ്റെ ഇടയ്ക്കല്ലേ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഹെയർ മാസ്ക് ആണ്, കേരള താളി മാസ്ക് ആണ്. ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് ഇതേപോലെ ഇങ്ങനെ സെക്ഷൻ എടുത്തിട്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കിടിലും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. ചെറു ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ, സാധാ വെള്ളത്തിൽ കുളിച്ചാൽ മതി. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു മാസ്കും ഈ ഒരു ഹെയർ ഓയിലും ഞാൻ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാമാഅർത്തിൻ്റെ തന്നെ കേരള താളി ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് അത് ഷാംപൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കേരള താളി കണ്ടീഷണർ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിട്ടാണ് ഇനി കുളിക്കാൻ പോകുന്നത്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വീഡിയോ ചെയ്യും. അടുത്ത ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ്. ഗൈസ്, അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഞാൻ തലയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ഇനി ഒരു 20-25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിറം അപ്ലൈ ചെയ്യും. എനിക്ക് നല്ല ഹെയർ ഫോളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ സിറമാണ് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പിൽഗ്രിമിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇതിൽ റെഡൻസിൽ ആൻഡ് അനാഗെയിൻ എന്ന് പറയുന്ന കണ്ടൻറ്റാണ് ഉള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഈ ഒരു സിറമാണ് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട്, എനിക്ക് ഹെയർ ഇല്ലാത്ത പോർഷനിൽ കുറച്ചും അധികം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡെയിലി കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം ഇതെൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അവൾക്ക് നല്ല വ്യത്യാസമുണ്ട്. അവളുടെ വ്യത്യാസം കണ്ടിട്ട് അവൾ സജസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിയതാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മതി. സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ ചെയ്യാറുള്ള
ഹെയർ കെയർ റുട്ടീൻ. സോ അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.